മാടക്കടയിൽ മോഷണം പതിവായതോടുകൂടി CCTV സ്ഥാപിച്ചു. ഒടുവിൽ CCTV മറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും മോഷണം. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിന് സമീപം പൂഴിക്കാട് സ്വദേശിയായിട്ടുള്ള സുരേന്ദ്രൻ നടത്തുന്ന ഈ ചെറിയ മാടക്കടയിലാണ് മോഷണം പതിവായി നടക്കുന്നത്. ഇദ്ദേഹം ഒരു രോഗി കൂടിയാണ്, ഹൃദ്രോഗി കൂടിയാണ്. അപ്പോൾ സ്വന്തം ചികിത്സയ്ക്കും മറ്റുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് ഈ കട. പക്ഷേ ഇദ്ദേഹത്തെ ഈ കട നടത്തി മുൻപോട്ട് ജീവിച്ചു പോകാൻ സാമൂഹ്യ വിരുദ്ധർ സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. ചേട്ടാ, 25 വർഷം താങ്കൾ ബസ് ഡ്രൈവറായിരുന്നു. അതിനുശേഷം വയ്യാതായപ്പോഴാണ് ഈ കട തുടങ്ങുന്നത്. 25 വർഷമായിട്ട് ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ച് മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിയതുമല്ല. വണ്ടി ഓടിക്കാൻ വയ്യാത്ത അവസ്ഥ വന്ന ഒരു അസുഖം പിടിപെട്ട് അതിന് ശേഷമാണ് ഈ മാടക്കട തുടങ്ങുന്നത്. ഈ 5 കൊല്ലമായി ഈ മാടക്കട തുടങ്ങിയിട്ട് ഈ 5 കൊല്ലത്തിനകം ഇത് 4ാം തവണയാണ് ഈ കഴിഞ്ഞ ദിവസം 16-ാം തീയതി രാത്രിയിൽ വീണ്ടും എൻ്റെ കട പൊളിച്ചതിന് ശേഷം ഈ മോഷണം നടന്നിട്ടുള്ളത്. ഈ 4 തവണയും പന്തളം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അവർ വന്ന് നോക്കിയിട്ട് പോകുന്നതല്ലാണ്ട് ഒരു പ്രതിയെ പോലും ഇതുവരെ പിടിച്ചിട്ടുമില്ല. അതിന് വേണ്ടുന്ന ബാക്കിയുള്ള മേൽനോട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നിസ്സഹരണമായ അവസ്ഥയിലാണ് ഞാൻ. ഇത്തവണ താങ്കൾ ക്യാമറ വരെ സ്ഥാപിച്ചാണ് ഈ മോഷണം ഉണ്ടാവാതിരിക്കാൻ. പക്ഷേ അത് മറച്ചു വെച്ചിട്ട് മോഷണം നടത്തുന്നു. താങ്കൾ DGPക്ക് വരെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഞാൻ DGPക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ പോലീസ് വന്ന് അന്വേഷണം ഒന്നും പറഞ്ഞിട്ട് വന്നു പോകാമെന്നല്ലാതെ കണ്ട് ഒറ്റ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ 4 തവണയും താങ്കൾക്ക് മരുന്നിനൊക്കെയായി വലിയ തുക വേണ്ടി വരുന്നുണ്ട്. 6140 രൂപ ഒരു മാസം എനിക്ക് മരുന്നിന് മാത്രം വേണം. പന്തളം CM ഹോസ്പിറ്റലിലെ പീത്തർ മാനക്ക് എന്ന് പറയുന്ന ഡോക്ടറെ കാണിക്കുന്നത്. ന്യൂമോണിയ ബാധിച്ച് അത് കരളെ ബാധിച്ച് അതിൻ്റെ ചികിത്സയിലാണ് ഞാൻ. വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് എല്ലാ വർഷവും അതൊരു പതിവാക്കിയിരിക്കുക. പോലീസിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്യാമറ നമ്മൾ പൈസ മേടിച്ചാണ് ഈ ക്യാമറ സ്ഥാപിച്ചത്. എന്നിട്ട് പോലീസ് പരിശോധിച്ചപ്പോൾ ഈ ക്യാമറ മറച്ചേക്കുക. ചേട്ടന് മൊത്തത്തിൽ ഇപ്പോൾ ഇത്രയും തവണയായിട്ട് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയുടെ സാധനം ഈ കടയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയുടെ സാധനം മാത്രം പോയിട്ടുണ്ട്, ഈ കടയുടെ മെയിൻ്റനൻസ് പണി കൂടാതെ. എന്താണെങ്കിലും വളരെ പരിതാപകരമാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. ഇദ്ദേഹം 25 വർഷക്കാലത്തോളം ഡ്രൈവറായിരുന്നു. പിന്നീട് വാഹനം ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കട തുടങ്ങുന്നത്. അദ്ദേഹം ഒരു രോഗി കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന നിലയിലാണ് ഈ കട തുടങ്ങുന്നത്. പക്ഷേ ആ കട തുടങ്ങിയ നാൾ മുതൽ ഇന്നലെ വരെ തുടർച്ചയായി ഇവിടെ മോഷണ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം മോഷണം ഉണ്ടായപ്പോഴാണ് ഈ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നത്. പക്ഷേ ഈ കാണുന്ന ഈ ഭാഗത്തും ഈ കടയ്ക്കകത്തുമൊക്കെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ആ CCTV ക്യാമറകൾ പോലും മറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ മോഷണം നടത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. പന്തളം പോലീസിൽ പലപ്പോഴും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കടക്കം നിലവിൽ പരാതി കൊടുത്തിട്ടുണ്ട്. തനിക്ക് ജീവിച്ചേ പറ്റൂ, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് സുരേന്ദ്രന് പറയാനുള്ളത്. പത്തനംതിട്ട പന്തളത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.